വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ പീരിയഡ്സിൻ്റെ ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള 6 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത്. പീരിയഡ്സിൻ്റെ ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞായിട്ട് ഹോർമോൺസിൻ്റെ ലെവൽസും ഇൻക്രീസ് ആകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പീരിയഡ്സ് ഡേറ്റിന് മുൻപ് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുള്ളവയാണ്. ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ ഒരു ടെലഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡേ ബൈ ഡേ ഒരു അസിസ്റ്റൻസ് തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ തന്നെ റിപ്ലൈ തരാൻ വേണ്ടിയിട്ട്, പ്രോംപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാം ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 89 159 രൂപയ്ക്ക് മെമ്പർഷിപ്പ് എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ടെലഗ്രാം ചാനൽ അക്കൗണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്സ്, കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ്, ഡെയിലി ഫോളോ ചെയ്യേണ്ട ഡയറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ടെലഗ്രാം അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഇതിന് ടെലഗ്രാം അക്കൗണ്ടിൽ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെലഗ്രാമിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകാവുന്നതാണ് കേട്ടോ. ഒരിക്കലും ഞാനൊരു ഡോക്ടറോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും റിലവൻ്റ് ആയിട്ടുള്ള, അത്രയും നോളജബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എൻ്റെ അടുത്തുനിന്ന് കിട്ടണമെന്നില്ല. അതും കൂടി ഓർത്തിട്ട് ടെലഗ്രാം അക്കൗണ്ട് മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ബിഫോർ മെൻസ്ട്രേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് മൈനർ ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് ആണ്. മൈനർ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സിൻ്റെ ഡേ 1 സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് പോലുള്ള ബ്ലീഡിംഗ് അല്ല. നേരെ മറിച്ച് വളരെ കുറച്ചായിട്ട് ചെറുതായിട്ട് മാത്രം ഉണ്ടാകുന്ന ഒരു സ്പോട്ടിംഗ് ആണ്. ഒരു ദിവസം പൂർണ്ണമായിട്ടും ഇത് ഉണ്ടാവണമെന്നില്ല. ഒരു പകുതി ദിവസമോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ആയിട്ടായിരിക്കും ഈ മൈനർ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. ഇതിനെയാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് നമുക്കുണ്ടാവുന്നത് ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള എംബ്രിയോ യൂട്രസിൻ്റെ ലൈനിങ്ങിൽ വന്നിട്ട് എംബഡഡ് ആകുന്ന സിറ്റുവേഷനിൽ, പതിയുന്ന സിറ്റുവേഷനിലാണ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. ചില സ്ത്രീകൾക്ക് മാത്രമേ ഈ ഒരു ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ബ്ലഡ് പോകുന്നതായിരിക്കും മറ്റുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്നത്. പിങ്കിഷ് ആയിട്ടുള്ള കളറിലോ വളരെ നേർത്തതായിട്ടുള്ള കളറിലോ ആയിരിക്കും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാവുന്നത്. പറയത്തക്ക രീതിക്കുള്ള ക്ലോട്ട്സോ ഹെവി ആയിട്ടുള്ള പെയിനോ അങ്ങനെയൊന്നും ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിൽ നമുക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ബ്ലീഡിങ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോഡി ഒന്ന് കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു പാഡ് പൂർണ്ണമായിട്ടും നിറയുന്ന രീതിക്കുള്ളതായിരിക്കില്ല ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങും. ആ കാര്യം കൂടി നിങ്ങൾ സ്പെഷ്യലായിട്ട് ശ്രദ്ധിക്കുക. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6th ഡേ മുതലാണ് ഇംപ്ലാന്റേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ആ ഒരു ബ്ലീഡിങ് ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യം ഒരു 30% സ്ത്രീകൾക്ക് മാത്രമേ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പഠനങ്ങളിലൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. അടുത്തൊരു ലക്ഷണമാണ് ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരു ഡേയിൽ, എക്സാക്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഡേയിലെ ബോഡി ടെമ്പറേച്ചർ നിങ്ങൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഡിപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഡിപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു അളവിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവുക. പിന്നെ ഇത് ഗ്രാജുവലി നന്നായിട്ട് ഉയർന്നു വരും. ഉയർന്നു വന്നിട്ട് സ്റ്റേബിൾ ആയിട്ട് ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും നിൽക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചറിന്റെ ഇൻക്രീസ് മോണിറ്റർ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഡിപ്പ് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ബേസൽ ബോഡി ടെമ്പറേച്ചർ ആണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് മോണിറ്റർ ചെയ്യാനായിട്ടും പിന്നീട് അങ്ങോട്ടേക്കുള്ള ഇൻക്രീസ് തിരിച്ചറിയാനായിട്ടും നമ്മളെ സഹായിക്കുന്നത്. ബേസൽ ബോഡി ടെമ്പറേച്ചർ നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള തെർമോമീറ്റർ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെർമോമീറ്റർ മേടിച്ചിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെയുള്ള ടെമ്പറേച്ചർ നോട്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് സൈഡിൽ തന്നെയായിട്ട് ഒരു ചെയറിലോ മറ്റൊരു ഡയറിയോ ബേസൽ ബോഡി ടെമ്പറേച്ചറും പേനയും എടുത്ത് വെക്കുക. പിന്നെ അത് എടുക്കാനായിട്ട് പോയി പിന്നെയും ബെഡിലോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. വാഷ്റൂമിൽ പോകാൻ പാടില്ല. ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾ ആ കിടക്കുന്ന പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട് ആ ടെമ്പറേച്ചർ വെച്ചിട്ട് നോട്ട് ചെയ്തിട്ട് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കുക. ഇതാണ് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം എത്തുമ്പോൾ അതിനൊരു ഡിപ്പ് ഫീൽ ചെയ്യും. അതായത് ചെറിയൊരു അളവിൽ ഇതിന്റെ ടെമ്പറേച്ചറിൽ ഒരു വ്യത്യാസം അനുഭവപ്പെടും. അതാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ടെമ്പറേച്ചർ വ്യത്യാസവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഡേറ്റ് മിസ് ആവുന്നതിന് മുൻപ് തന്നെ ഈ ഒരു ടെമ്പറേച്ചർ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടാം കേട്ടോ.
തൊട്ടടുത്ത് ഉണ്ടാകുന്ന ലക്ഷണമാണ് ക്ഷീണം എന്ന് പറയുന്നത്. ക്ഷീണം പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. ഡേറ്റിന് മുൻപ് തന്നെ അസഹനീയമായിട്ടുള്ള രീതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്ക് കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേക്കാൻ പോലും താല്പര്യമില്ലാത്ത രീതിക്ക് പല സ്ത്രീകളും കിടന്നു പോകുന്നുണ്ട്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇൻക്രീസും HCG ഹോർമോണിന്റെ ഇൻക്രീസുമാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ. ഉറങ്ങി എഴുന്നേക്കുന്നുണ്ടെങ്കിലും ഉറക്കം പൂർണ്ണമാകാത്ത സിറ്റുവേഷൻ, ഒന്നും തന്നെ ചെയ്യാനായിട്ട് തോന്നുന്നില്ല, പെട്ടെന്നൊരു മടുപ്പ് മാത്രമായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ബോഡിയിൽ ഫസ്റ്റ് ടൈം ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ ബോഡി അഡാപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നത് കൊണ്ട് ഫസ്റ്റ് ട്രൈമസ്റ്റർ വരെ പല സ്ത്രീകൾക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ചില സ്ത്രീകൾക്ക് ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെയും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ചില സ്ത്രീകൾക്ക് പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുമ്പോഴും ഈ ഒരു സൈഡ് എഫക്റ്റ് നേരത്തെ തന്നെ കണ്ടുവരാറുണ്ട്. അപ്പോൾ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്നവർക്ക് ചിലപ്പോൾ ഈ ഒരു ലക്ഷണം വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ നിങ്ങൾ വേറെ ഒരു തരത്തിലുള്ള മെഡിസിൻസ് എടുക്കുന്നില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നു എന്ന് തന്നെയാണ് കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് ബ്രസ്റ്റ് പെയിൻ എന്ന് പറയുന്നത്. ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവുലേഷൻ കഴിയുന്ന സമയം മുതൽക്ക് തന്നെ ബ്രസ്റ്റ് പ്രിപ്പയർ ആകുന്നുണ്ട്. ബ്രസ്റ്റിലുണ്ടാകുന്ന ഡ്രസ്സ് മാറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദന, തൊടുമ്പോൾ തന്നെ അസഹനീയമായിട്ടുള്ള വേദന വരിക, ബ്രസ്റ്റിന്റെ സൈസിൽ വ്യത്യാസം വരിക, നിപ്പിളിന്റെ കളറിൽ വ്യത്യാസം വരിക, നിപ്പിളിന് ചുറ്റുമുള്ള ഭാഗത്തെ സൈസ് നന്നായിട്ട് കൂടുക, നിപ്പിൾ ഇജക്ട് ചെയ്ത് നിൽക്കുന്നത് പോലെ അനുഭവപ്പെടുക, ഇതൊക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ്. ഈ ബ്രസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകുന്നത് പലപ്പോഴും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മുതൽ തന്നെ ബ്രസ്റ്റിലെ ഗ്ലാൻസ് ഒക്കെ പ്രിപ്പയർ ആകുന്നത് കൊണ്ടാണ്. ഈ ഒരു ലക്ഷണം വന്നിട്ട് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ബ്രസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഒരു വേദന വന്നിട്ട് എന്താകുന്നത്, അതായത് അവസാനിക്കുന്നത് പീരിയഡ്സിലാണോ എന്ന് നോക്കുക. പീരിയഡ്സിലാണ് ഈ ഒരു വേദന അവസാനിക്കുന്നത്, പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഒരു വേദന ഇല്ലെങ്കിൽ ആ വരുന്നത് ഒരു പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിന് മുൻപത്തെ സമയങ്ങളിലൊന്നും ബ്രസ്റ്റ് പെയിൻ ഇല്ലാത്ത സ്ത്രീകൾക്ക് പെട്ടെന്ന് സഡൻ ആയിട്ട് ഈ ഒരു ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. അടുത്തൊരു വ്യത്യാസമാണ് അബ്ഡോമൻ പെയിൻ എന്ന് പറയുന്നത്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ചിലപ്പോൾ ലെഫ്റ്റ് ഭാഗത്തോ റൈറ്റ് ഭാഗത്തോ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡിലെ ലോവർ അബ്ഡോമൻ പോർഷനായിട്ട്, അതായത് അടിവയറിന് താഴെയായിട്ടുള്ള പോർഷനിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിൽ അസ്വസ്ഥതകൾ ഫീൽ ചെയ്യാം. ചില സ്ത്രീകൾക്ക് ഈ ഒരു വേദന റേഡിയേറ്റ് ചെയ്തിട്ട് ഇടുപ്പിന്റെ ഭാഗത്തും കൂടി കണക്റ്റ് ആയിട്ടായിരിക്കും വേദന ഉണ്ടാകുന്നത്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി ആകുന്ന സമയത്തൊക്കെ യൂട്രസിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഇംപ്ലാന്റേഷൻ നടന്നിട്ട് ബോഡി പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുമ്പോൾ അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഈ ഒരു സ്ട്രെച്ചിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പുള്ളിങ് എഫക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് പുറത്തേക്ക് അതൊരു വേദനയുടെ രൂപത്തിൽ പ്രതിഫലിച്ച് വരുന്നത് കേട്ടോ. നിങ്ങൾ കൈ നല്ലതുപോലെ ഒന്ന് ചുരുട്ടി പിടിച്ച് നോക്കുക. നമ്മുടെ ഒരു കൈ മുഴുവനായിട്ട് വിരലുകളൊക്കെ അമർത്തി പിടിച്ചിട്ടൊന്ന് ചുരുട്ടി പിടിച്ച് നോക്കുക. ദെൻ ഈ ഒരു വിരൽ പയ്യെ നമ്മൾ ഫോഴ്സ് കൊടുത്തിട്ട് ആ വിരലൊന്ന് തുറക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വേറൊരു കൈ വെച്ചിട്ട് വലിച്ചു തുറക്കാനല്ല പറഞ്ഞത്, സ്വന്തം കൈവച്ചിട്ട് തന്നെ ആ വിരലുകൾ ഒന്ന് നമ്മൾ മടക്കി അതേ കൈവച്ചിട്ട് തന്നെ ആ വിരലുകൾ ഒന്ന് ഫോഴ്സിൽ ബലം പിടിച്ചൊന്ന് തുറക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫോഴ്സ് പുറത്തോട്ടൊരു ഫോഴ്സ് വരുന്നത് പോലെ തോന്നും. ഇതേ ഫോഴ്സ് എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു കണ്ടീഷനും വരുന്നത് കേട്ടോ. അതായത് പുറത്തേക്ക് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് കുത്തുന്നത് പോലെയൊക്കെ വേദന അനുഭവപ്പെടാം. ചിലർക്ക് പീരിയഡ് ലൈക്ക് ക്രാംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പീരിയഡ്സിന്റെ ആദ്യത്തെ ദിവസം പീരിയഡ്സ് വരാൻ പോകുന്ന സമയത്തിന് തൊട്ട് മുൻപായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ചെറിയൊരു വേദന ഉണ്ടാവുമല്ലോ, ഇങ്ങനത്തെ വേദനയും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ബ്ലഡ് എവിടെയോ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ട്, പുറത്തേക്ക് വരാത്ത രീതിക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അസ്വസ്ഥതയെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ കണ്ടീഷൻ തുടർച്ചയായിട്ട് വന്നിട്ടും പീരിയഡ്സ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, പോസിറ്റീവ് കിട്ടാനായിട്ടും ചാൻസ് ഉണ്ട്. എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് അങ്ങനെ ഉണ്ടായതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പീരിയഡ് ലൈക്ക് ക്രാംസ് പ്രഗ്നൻസി ലക്ഷണമാണെന്ന്. കാരണം ഒന്നും അറിയാത്ത പ്രായത്തിൽ എനിക്കും ഈ ഒരു കണ്ടീഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു പ്രഗ്നൻസിയുടേതെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലക്ഷണവും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചില ആളുകൾക്ക് അബ്ഡോമൻ ക്രാംസ് വളരെ രീതിക്ക് തന്നെ അത് നമുക്ക് ആ ഒരു പെയിൻ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. മറ്റു സ്ത്രീകൾക്ക് അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള വേദനയൊന്നും അവർ പരിഗണിക്കാറില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്കൊക്കെ ഈ ഒരു വേദന അങ്ങനെ ഫീൽ ചെയ്ത് കൊള്ളണമെന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അബ്ഡോമൻ പെയിൻ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ് ഹെഡ് ഏക്ക് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുണ്ടാകുന്ന ഹോർമോൺ ഷിഫ്റ്റ് കൊണ്ട്, പല ഹോർമോൺസിന്റെയും ഇൻക്രീസ് കൊണ്ട്, അതുപോലെ ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നമ്മുടെ തലമുടി മുതൽ കാലിന്റെ അങ്ങറ്റത്തെ കുഞ്ഞുവിരൽ വരെയുള്ള ഭാഗത്തോട്ട് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടും വെയിൻസ് ഒക്കെ നന്നായിട്ട് എൻലാർജ് ആയിട്ട് ആ ബ്ലഡ് സർക്കുലേഷൻ നല്ല ഫോഴ്സിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും ആണ് നിങ്ങൾക്ക് ഹെഡ് ഏക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ.
പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മൈഗ്രെയിനും അല്ലാതെ നോർമലി ഉണ്ടാകുന്ന ഹെഡേക്കും എങ്ങനെയാണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാമെന്നൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും ലക്ഷണങ്ങളാണ് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന 6 തരം പ്രഗ്നൻസി ലക്ഷണങ്ങൾ. ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ ലക്ഷണങ്ങളൊക്കെ ഡേറ്റിന് മുൻപ് തന്നെ കണ്ടുവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ പോകുന്ന രക്തത്തിന്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യം കൂടി മോണിറ്റർ ചെയ്യണം. ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.